നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ജോമോൾ എന്ന പെൺകുട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തൻ്റെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിന് വിവരണവും നൽകിയതോടെ ജോമോൾക്കെതിരെ സദാചാരക്കാരും സൈബർ അക്രമികളുമൊക്കെ പാഞ്ഞെടുത്തു. ജോമോളുടെ നിറവും നോട്ടവും വേഷവുമെല്ലാം ചർച്ചകളും ട്രോളുകളുമായി. എന്നാൽ ജോമോളും അങ്ങനെ വിടാൻ ഭാവിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ പുതിയ ചിത്രവും വിമർശകർക്ക് മറുപടിയുമായി ജോമോൾ വീണ്ടും വരുന്നു. കുട്ടിയുൾപ്പെട്ട ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ പാഞ്ഞെടുക്കുന്നവർക്കെതിരെ ജോമോളിൻ്റെ കുറിപ്പായിരുന്നു വലിയ കോളിളക്കം സൃഷ്ടിച്ചത്. പുരുഷന്മാരെ ഒന്നടങ്കം അധിക്ഷേപിച്ചു എന്നായിരുന്നു പരാതി. ഇതോടെ പലരും ജോമോളുടെ ശരീരത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും മോശം കമൻറ്റുകളുമായി പ്രത്യക്ഷപ്പെട്ടു. ജോമോളുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ മാനസിക രോഗികൾ എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് ജോമോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സോഷ്യൽ മീഡിയ എന്നത് ഓരോ വ്യക്തിക്കും അവരുടെ അഭിപ്രായവും സ്വാതന്ത്ര്യവും പങ്കുവെക്കാനുള്ള വേദിയാണ്. എന്നാൽ എന്താണ് സോഷ്യൽ മീഡിയ എന്നും എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടേണ്ടതെന്നും പോലും അറിയാത്ത ഒരുപറ്റം മാനസിക രോഗികൾ അധോലോക സംഘങ്ങളെ പോലെ പെരുമാറുന്ന ഒരിടമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടാൽ അയാളുടെ അഭിപ്രായം തുറന്നെഴുതിയാൽ അതിനടിയിൽ തെറിവിളികളുമായി ഒരു കൂട്ടം പാഞ്ഞെടുക്കും. അതിൽ കൂടുതലായി വരുന്നവർ സ്വന്തം മുഖമോ പേരോ ഐഡന്റിറ്റിയോ ഇല്ലാത്ത ഒരുപറ്റം പിതൃശൂന്യരാണ് എന്നതാണ് വസ്തുത. രണ്ടാമതൊരു കൂട്ടരുണ്ട്. പോസ്റ്റുമായി യാതൊരു ബന്ധമില്ലാത്ത കരിങ്കോഴി വിൽപ്പനയ്ക്ക്, പോത്തിൻ്റെ വിൽപ്പനയ്ക്ക്, വിവിധയിനം ഭക്ഷണമുണ്ടാക്കുന്ന റെസിപ്പികൾ തുടങ്ങിയവ കൊണ്ടുവന്ന് കമൻറ്റ് ബോക്സിൽ തള്ളി നിറയ്ക്കും. ഈ പ്രവൃത്തികൾ കേവലം ഒരു വ്യക്തിയിൽ നിന്നും മാറി ഒരു സ്ത്രീയുടെ പ്രൊഫൈലിലോ സെലിബ്രിറ്റിയുടെ പ്രൊഫൈലിലോ സിനിമാ രംഗത്തുള്ളവരുടെയൊക്കെ പോസ്റ്റുകളിലോ ആയിക്കഴിഞ്ഞാൽ ഇത്തരം മാടമ്പള്ളിയിലെ മാനസിക രോഗികൾ ഭ്രാന്തുമൂത്ത് ഇളകിയാടും. അവിടെ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയോ സംവാദമോ ഒന്നും നടക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് പിന്നീട് ഇവരുടെ ലക്ഷ്യം. ഇവിടുത്തെ പ്രധാന വിഷയം തനിക്ക് ആശയപരമായി പറഞ്ഞു ജയിക്കാനാകില്ല, എന്നാൽ പിന്നെ അവനും ഒന്നും പറയണ്ട, അവളാരാ പറയാൻ എന്നൊക്കെയുള്ള അപകർഷതാ ബോധത്തിൽ നിന്നും ആത്മനിന്ദയിൽ നിന്നും വ്യക്തിത്വമില്ലായ്മയിൽ നിന്നും തന്നെ പുറത്തേക്ക് വരുന്ന ഒരുതരം മാനസിക രോഗം മാത്രമാണിത്. പണ്ടൊക്കെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ കൂവി തോൽപ്പിക്കുകയും അന്നും ഇന്നും സിനിമാ തിയേറ്ററുകളിൽ കൂവി ബഹളം വെച്ച് മറ്റുള്ള സിനിമാ ആസ്വാദകരെ വെറുപ്പിക്കുകയും ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? അതിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ വെർഷനാണ് ഇത്തരം മാനസിക രോഗികൾ. സ്ഥിരമായി സ്ത്രീ പ്രൊഫൈലുകളെ ഫോളോ ചെയ്ത് തെറിവിളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? സ്ഥിരമായി രാഷ്ട്രീയ നേതാക്കളുടെ പോസ്റ്റുകളിൽ പോയി തെറിവിളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? സ്ഥിരമായി സെലിബ്രിറ്റികളുടെ പേജിൽ പോയി തെറിവിളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇവരെയൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. എന്തും ഏതും കാട്ടിക്കൂട്ടാം, പൊതുസമൂഹത്തെ വെല്ലുവിളിക്കാം എന്നൊക്കെയുള്ള ഇവരുടെ ധാരണകൾ മാറ്റപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നും ആ വ്യക്തി സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ മാത്രമെന്നും ഉള്ള ബോധ്യം പോലുമില്ലാതെ കാട്ടിക്കൂട്ടുന്ന ഇത്തരം വൃത്തികേടുകൾ ഇനിയും അനുവദിക്കപ്പെടാതിരിക്കാനായി എല്ലാവരും ശ്രദ്ധ ചെലുത്തിയേ മതിയാകും. ജോമോൾ ജോസഫ് എഴുതുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.